നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. കേസിൽ വിചാരണ അവസാന ഘട്ടത്തിലാണ് എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിചാരണ ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. കൂടുതൽ നിരവധിയായിട്ടുള്ള പുതിയ വികാസങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കേസ് കൂടിയാണ് ഇത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഒരു ഹർജി തള്ളിയിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? കോടതിയിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്? അതില്ല, നീതിപൂർവവും പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചലച്ചിത്ര താരമായിട്ടുള്ള നടൻ ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് ദിലീപിന്റെ അപ്പീലിൽ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാരണം CBI അന്വേഷണം ആവശ്യമില്ല, നിലവിലുള്ള അന്വേഷണം മതി. അതായത് ദിലീപിന്റെ ആവശ്യങ്ങളെല്ലാം കോടതി തള്ളി എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അതിന്റെ വിചാരണ നടപടികളടക്കം പൂർത്തിയാവാൻ പോവുകയാണ്. വേനലവധിക്ക് മുന്നോടിയായിട്ട് ഇതിന്റെ നടപടികൾ പൂർത്തിയാകും. തുടർന്ന് അവധിക്ക് ശേഷം ഈ കേസിൽ വിധി വരാനിരിക്കെയാണ് ദിലീപിന്റെ ഇത്തരത്തിലുള്ളൊരു ഹർജി അല്ലെങ്കിൽ അപ്പീൽ കോടതി പരിഗണിച്ചത്. അതായത് കേസിനെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചില നടപടികളെന്നും ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 90 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വിവിധ ഘട്ടങ്ങളിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് ഹർജി നൽകിയിരുന്നു. 4 വർഷം മുൻപ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഒരു തീർപ്പുണ്ടായിരിക്കുന്നത്. എന്തായാലും നടപടികൾ പുരോഗമിക്കുകയാണ്. കേസിന്റെ ഭാഗമായിട്ടുള്ള വിചാരണ നടപടികൾ അടക്കം പുരോഗമിക്കുന്ന, എന്നാൽ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഒരു വേളയിലാണ് ദിലീപിന്റെ ഹർജി അല്ലെങ്കിൽ അപ്പീൽ കോടതി പരിഗണിച്ചിരിക്കുന്നത്. അതായത് CBI അന്വേഷണം എന്ന നടന്റെ ആവശ്യം ഹൈക്കോടതി പൂർണ്ണമായിട്ട് തള്ളിയിരിക്കുകയാണ്. നീതിപൂർവവും പക്ഷപാതരഹിതവുമായിട്ടുള്ള ഒരു അന്വേഷണമാണ് തനിക്ക് വേണ്ടതെന്നായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ താൻ തൃപ്തനല്ലെന്നും ചില കാര്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ദിലീപ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളല്ല, ഇത്തരം നിർദ്ദേശങ്ങളൊന്നും ഹൈക്കോടതി മുഖവിലിക്കെടുത്തിട്ടില്ല. അതായത് കേസിന്റെ അവസാന ഘട്ടമാണ്, കേസിന്റെ നടപടിക്രമങ്ങളുടെ എല്ലാം അവസാനമാണ്. ഇത്തരത്തിലുള്ള ഒരു ഹർജികളും ആവശ്യമില്ല, നിലവിലെല്ലാം തൃപ്തികരമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ദിലീപിന്റെ അപ്പീൽ തള്ളിയിരിക്കുന്നത്. മുൻപും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ദിലീപ് സമീപിച്ചിരുന്നു. അതിനുശേഷമാണ് അന്ന് ഈ ദിലീപിന്റെ ആവശ്യം കോടതി നിരാകരിച്ചതാണ്. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകാനുള്ള ഒരു നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയും ലഭിക്കുന്നു. എന്തായാലും കേസിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരമൊരു തീരുമാനം, ഇത്തരം ഒരു അപ്പീൽ കോടതി പരിഗണിച്ചിരിക്കുന്നത്. ദിലീപിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ്. എന്നാൽ അതായത് ഈ വാദിഭാഗം അറിയിച്ചിരിക്കുന്നത് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പരമാവധി ദീർഘിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നടൻ ദിലീപ് ഇത്തരം ഹർജികളുമായിട്ട് രംഗത്ത് വരുന്നതെന്നുള്ളൊരു ഗുരുതര ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുല്യ. ശരി സാനു, എന്തായാലും ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ഈ വിചാരണ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശം ദിലീപിന്റെ ഹർജിക്കുണ്ട് എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും സാനു കെ സജീവാണ്.